ഇൻഡോർ പ്ലാന്റ്സിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും അല്ലേ, മോൺസ്ട്ര തായ് കോൺസ്റ്റലേഷനും അതുപോലെ തന്നെ മോൺസ്ട്ര ഡെലീസിയോസിയും. ഈ പ്ലാന്റിന് ഇത്ര വെറൈറ്റിയും ഡിമാൻഡ്ഫുള്ളും ആക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ലീഫുകൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക കളർ ഷെയ്ഡും അതുപോലെ തന്നെ ഈ പ്ലാന്റ് കുറച്ചുകൂടെ ഒന്ന് മെച്ചുവേർഡ് ആകുമ്പോൾ ഒരു ഫെനസ്ട്രേഷൻ രൂപപ്പെടും കേട്ടോ ഇതിൻ്റെ ലീഫിൽ. ലൈക്ക് ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ലീഫ് കാണാൻ. നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ജിഫി പ്ലാന്റ്സ് കറൻ്റ്ലി സെല്ലിങ്ങിന് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നത്. റൂട്ടഡ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റിന് 400 റുപ്പീസാണ് വരുന്നത്. അതുപോലെ തന്നെ മോൺസ്റ്ററ ഡെലീസിയോസയ്ക്ക് വരുന്നത് 999 ആണ്. നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാവേ. അപ്പോൾ വേണ്ടവരൊക്കെ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ്. അതുകൊണ്ട് ഇത് നടുമ്പോൾ ഒന്നും ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിൻ്റെ റൂട്ട് വളരെ സോഫ്റ്റ് ആണ്, പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് വെള്ളം ഓവറായി കഴിഞ്ഞാൽ. സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. പോട്ടിംഗ് മിക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് മതിയാവും കേട്ടോ ഇതിന്. അതായത് സോയിലിൻ്റെ കൂടെ തന്നെ കുറച്ച് സാൻഡും കൂടി യൂസ് ചെയ്യണം നല്ലതാണ്. അതുപോലെ തന്നെ കോക്കോ പീറ്റും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ പോട്ട് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് സൈസ്ഡായിട്ടുള്ള പോട്ട്സ് യൂസ് ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഇത് കുറച്ച് വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ലീഫിലൊക്കെ കുറച്ച് കടലപ്പിണ്ണാക്കില്ലേ, അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റു കീടങ്ങളൊന്നും ഇതിൻ്റെ ലീഫിൽ വന്നിരിക്കത്തില്ല. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ സോയിലിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. വാട്ടറിങ്ങിൻ്റെ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും വാട്ടറിങ് ചെയ്യരുത്. ഇതിൻ്റെ റൂട്ട് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓയിൽ നല്ല ഡ്രൈ ആകുമ്പോൾ മാത്രം വാട്ടറിങ് ചെയ്താൽ മതി. ഇടയ്ക്ക് ലീഫിലൊക്കെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. ലീഫ് നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ താഴെ നമ്പർ കൊടുക്കുക, അതിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ അയച്ചു തരും. റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മോൺസ്റ്റർ തായ് കോൺസ്റ്റലേഷന് 400 രൂപയും മോൺസ്റ്റർ ഡെലീസിയോസയ്ക്ക് 99 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബായ്.